ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നതേ കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ്. അതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതുപോലെ കത്രിക, അത് മീൻ കട്ട് ചെയ്യുന്നതാണേലും അതേപോലെ തുണി കട്ട് ചെയ്യുന്നതാണേലും ഏത് കത്രികയാണേലും തുരുമ്പിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ തുരുമ്പൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോയുടെയൊക്കെ കവറുണ്ടല്ലോ, സോസിൻ്റെ കവറ് നമ്മൾക്ക് ലാസ്റ്റ് കളയുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആ ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കുടഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വല്പം മാത്രം മതി. കത്തിയിലും കത്രികയിലും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ തുരുമ്പ് എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ക്ലീൻ ആക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തുരുമ്പിച്ച കത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കോട്ടൺ തുണിയോ അതെല്ലാം നല്ല തുരുമ്പുണ്ടെങ്കിൽ സ്ക്രബ്ബർ വെച്ചോ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കോട്ടൺ തുണി വെച്ച് ഒന്ന് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ തന്നെ അതിനകത്തുള്ള ആ തുരുമ്പിൻ്റെ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. പുതിയ കത്രിക പോലെ കിട്ടും. അതേപോലെ തുണി കട്ട് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ബെൻഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ, ഏത് ക്രീമാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കാരണം കട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ആ ബെൻഡ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര കത്രികയാണേലും കത്തിയാണേലും എല്ലാം തുരുമ്പിൻ്റെയൊക്കെ കറയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ കോട്ടൺ തുണി തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം, ക്രീം തേച്ചിട്ട്. അപ്പോൾ ആ ക്രീം ഇതാണ്ട് ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് മാറിക്കിട്ടും. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റിയിടുമ്പോഴത്തേനാണ് കൂടുതലും തുരുമ്പിച്ചിട്ട് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അയവുണ്ട്. ഇനി ഞാൻ തുണി കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, കോട്ടൺ തുണി പോലും വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഏത് തുണിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കറുണ്ടല്ലോ, കുക്കറിൻ്റെയൊക്കെ ബാക്ക് ഭാഗം കരിഞ്ഞിട്ട് ആ കറയൊക്കെ പോകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഈ സോസ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ ബാക്ക് ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് 10 മിനിറ്റിന് ശേഷം നമ്മൾ സ്ക്രബ്ബറോ എന്തെങ്കിലും വെച്ചൊന്ന് തേച്ച് കഴിയുകയാണെങ്കിൽ ആ കറയുണ്ടല്ലോ, ആ കറയെല്ലാം പോയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് ഉരച്ച് തേച്ച് കഴിയൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇതേപോലെ ഒന്ന് തേച്ച് അകത്തും തേച്ച് കൊടുക്കുക. അതിന് ശേഷം വെറുതെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ല രീതിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല രീതിയിൽ അതിൻ്റെ ആ ഇരുമ്പിൻ്റെ അംശമെല്ലാം അതുണ്ടാവും, ആ കറയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴുകി കാണിച്ചതാണേ. സൈഡ് ഭാഗത്തെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കറുത്തിരുന്നതാണ്. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തറയൊക്കെ തുടയ്ക്കുമല്ലോ. തറയൊക്കെ തുടയ്ക്കുമ്പോഴത്തേന് പ്രത്യേകിച്ച് നമ്മൾ കർപ്പൂരവും അതേപോലെ തന്നെ ഡെറ്റോളും, ഈ 2 സാധനം മാത്രമേ ഞാൻ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ 2 or 3 കർപ്പൂരം, 5 എണ്ണം ഇട്ടാലും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ സ്ഥിരം തുടയ്ക്കുന്നതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിൻ എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുപ്പിയുടെ ഒരു ചെവിട് ഭാഗം മുറിച്ചെടുത്തതാണ്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഡെറ്റോളും കൂടെ ഒരു സ്വല്പം മാത്രം മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുടയ്ക്കുന്ന ബക്കറ്റിനകത്തോട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ്. പ്രത്യേകിച്ച് നമ്മൾ സോപ്പ് പൊടി, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് ആ ഒരു സ്മെല്ലല്ല ഇതിന്. ഇത് ഡെറ്റോളും കർപ്പൂരവും കൂടെ ചേരുമ്പോൾ ഒരു സ്മെല്ല് വീടാകെ നിറഞ്ഞ് നിൽക്കും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഇത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടയ്ക്കുന്ന ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മോപ്പ് മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം വെച്ച് കൊടുക്കുക. ഇതിപ്പം ഈ ഒരു സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെയും നമ്മൾ തറ തുടയ്ക്കുമ്പം ഉറുമ്പ്, അതുപോലെ തന്നെ ചെറിയ പഴുതാര, അതേപോലെ പാറ്റ, പല്ലി ഒന്നും തന്നെ വരില്ല. കട്ടിൻ്റെ അടിയിലൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ചിലന്തിയൊക്കെ ഉണ്ടെങ്കിൽ പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് തുണി വെച്ച് നമുക്ക് ചിലന്തി അടിക്കുന്നിടത്തൊക്കെ തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ.
ഈ ഒരു വെള്ളം കൊണ്ട് തന്നെ നമുക്ക് മറാല അടിക്കുമ്പോഴത്തേനും ചിലന്തിയുടെ ശല്യമൊക്കെ മാറും. അതേപോലെ തന്നെ നമ്മൾ കബോർഡ് അതൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ വീട് ഫുള്ള് നല്ലൊരു മണമാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടുക. അപ്പം വല്ലപ്പോഴും ഒക്കെ ആഴ്ചയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കർപ്പൂരത്തിൻ്റെയും ഡെറ്റോളിൻ്റെയൊക്കെ അളവ് കൂട്ടുക. അപ്പം നല്ല രീതിയിൽ തറയൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല വീട്ടിനാകെ നല്ലൊരു സുഗന്ധം നിറയ്ക്കും കേട്ടോ. അത്ര നല്ലൊരു മണമാണ്. അപ്പം ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ അതുകൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കട്ടിൻ്റെ അടിയിലും അതേപോലെ തന്നെ സോഫ സെറ്റിയുടെ അടിയിലും ഒക്കെ അത് വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഉറുമ്പ് ശല്യം ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ഉറുമ്പൊക്കെ ഉള്ള സ്ഥലത്ത്, ഈച്ചയൊക്കെ ഉള്ള സ്ഥലത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈച്ച ശല്യമൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ കണ്ടോ, തുടച്ച സ്ഥലവും തുടയ്ക്കാത്ത സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ടിപ്പാണ് ഞാൻ കാണിച്ചത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.